ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോപ്പൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിനെ പറ്റി പഠിച്ചു. അതിൽ ബേസിക് ആയിട്ടുള്ളതായിരുന്നു പഠിച്ചത്. ഇന്ന് അതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മീനിങ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്റ്റിൽ നമ്മൾ പല ഇതിലായിട്ട് പ്രോപ്പർട്ടി എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. അതായത് പ്രോപ്പർട്ടി എന്നുള്ള വേർഡ് യൂസ് ചെയ്താൽ അതിനർത്ഥം എന്താണ്? ഓണർഷിപ്പ്. പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. വെൻ ദി ഗുഡ്സ് ആർ സോൾഡ് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. ഇനി രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഒന്ന് പ്രോപ്പർട്ടി, അതായത് ഓണർഷിപ്പ് കൈമാറി പക്ഷേ പൊസഷൻ കൈമാറിയിട്ടില്ല. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവശാവകാശം, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു പക്ഷേ പൊസഷൻ കൈമാറാത്ത സിറ്റുവേഷൻ വരാം. രണ്ടാമത്തെ സിറ്റുവേഷൻ പൊസഷൻ കൈമാറി പക്ഷേ ഓണർഷിപ്പ് കൈമാറിയിട്ടില്ല. അങ്ങനെ രണ്ട് സിറ്റുവേഷനാണുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏജൻറ്റ് എന്താണ്? ആളുടെ കയ്യിൽ ഗുഡ്സിന് പൊസഷൻ ഉണ്ടാവും പക്ഷേ എന്തില്ല? ഓണർഷിപ്പ് ഇല്ല. ഇങ്ങനെ രണ്ട് കേസാണ് നമുക്ക് എന്തുള്ളത്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഉള്ളത്. ഇനി കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൽ നമ്മൾ ഗുഡ്സ് ബയ്യറിലോട്ട് സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബയ്യർ എന്തായി? ഓണറായി. അതിപ്പോൾ ആൾക്ക് ഗുഡ്സ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആരായി? പിന്നെ അദ്ദേഹമാണ് എന്ത്? ഓണർ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഓണർഷിപ്പാണ്, എന്തല്ല ഫിസിക്കൽ പൊസഷൻ ഓഫ് ഗുഡ്സ് അല്ല. ഇനി അടുത്തതായിട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അതായത് ഒരാൾക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് എന്തുണ്ട്? റൈറ്റ്സും ലയബിലിറ്റീസും ഉണ്ട്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ആർക്കാണ്? ആരുടെ കയ്യിലാണോ ഓണർഷിപ്പ് ഉള്ളത് ആ ആൾക്കാണ് ഗുഡ്സിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഉള്ളത്. അപ്പം ഒന്നാമത്തെ പോയിൻ്റാണ് റിസ്ക് പാസസ് വിത്ത് ദ ഓണർഷിപ്പ്. ഓണർഷിപ്പ് കൈമാറുന്നത് കൂടി എന്താണ്? ആൾക്ക് ഈ ഗുഡ്സിൻ്റെ റിസ്ക്കും കൂടി കൈമാറുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഗുഡ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആർക്കാണ്? അത് വാങ്ങിച്ച ബയ്യർക്ക് ആണ്. റിസ്ക് പ്രൈമ ഫേസി പാസസ് വിത്ത് ദ പ്രോപ്പർട്ടി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ സോൾഡ് സർട്ടൻ ബുക്സ് ടു ബി. എ എന്ത് ചെയ്തു? ബിക്ക് കുറച്ച് ബുക്സ് വിറ്റു. ബി ലെഫ്റ്റ് ബുക്സ് ഇൻ എ ഷോപ്പ്. എ ബിക്ക് ബുക്സ് വിറ്റു പറഞ്ഞാൽ പിന്നെ ബി ആയി അതിൻ്റെ ഓണർ. ബി എന്ത് ചെയ്തു? ആ ബുക്ക് എൻ്റെ ഷോപ്പിൽ മറന്നു വെച്ചു. എന്നിട്ട് ആ ബുക്കിന് എന്തെങ്കിലും ഡാമേജ് വരുത്തിയാൽ പിന്നെ അതിന് എ ലയബിളാണോ? അല്ല. പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് ലയബിലിറ്റി ആരുടെ കയ്യിലാണ്? ബീൻ്റെ കയ്യിലാണ്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ഷൻ എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടി കാരണം നമ്മുടെ ഗുഡ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് എതിരെ കേസ് കൊടുക്കാൻ ആർക്കാ പറ്റുള്ളൂ? ഓണർക്ക് മാത്രമാണ് പറ്റുള്ളൂ. അത് വേറെ ആളുടെ കയ്യിലാണ് പൊസഷൻ എന്നുള്ളത് കൂടി. ഇൻ കേസ് ഇപ്പോൾ ഏജൻറ്റിൻ്റെ കയ്യിലാണ് ആ ഗുഡ്സിൻ്റെ പൊസഷൻ എന്നുണ്ടെങ്കിലും അതിൻ്റെ റിയൽ ഓണർക്ക് മാത്രമാണ് ഒരു തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് കേസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സ്യൂട്ട് ഫോർ പ്രൈസ്. അതായത് ഒരു സെല്ലർക്ക് ബയ്യർക്കെതിരെ പ്രൈസിന് വേണ്ടിയിട്ട് എപ്പം മാത്രമാണ് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ? ആ പ്രോപ്പർട്ടി അവരിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമാണ് സെല്ലർക്ക് കേസ് കൊടുക്കാനായിട്ട്. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇൻസോൾവൻസി ഓഫ് സെല്ലർ ഓർ ബയ്യർ. ഇപ്പം സെല്ലറോ ബയ്യറോ ഇൻസോൾവൻ്റ് ആയിരിക്കും. ഇൻസോൾവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പറയ്ക്കിന് അവർക്ക് പിന്നീട് അവരുടെ കടങ്ങൾ ഒന്നും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് എത്തുന്നതിനെയാണ് ഇൻസോൾവൻ്റ് എന്ന് പറയുക. അപ്പം ക്വസ്റ്റ്യൻ അറൈസസ് ആസ് ടു വെദർ ഓർ നോട്ട് ദ ഒഫീഷ്യൽ റിസീവർ ഓർ ദി അസൈനി ക്യാൻ ടേക്ക് ഓവർ ദി ഗുഡ്സ്. സെല്ലറോ ബയ്യറോ ഇൻസോൾവൻ്റ് ആയാൽ ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അസൈനിക്ക് ഗുഡ്സ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആൻസർ ഡിപ്പെൻഡ് ഓൺ വെദർ ദി ഗുഡ് ഹാസ് പാസ് ടു ദി ബയ്യർ. ഗുഡ് അതായത് പ്രോപ്പർട്ടി ദി ഗുഡ്സ് പാസ് ചെയ്തു പക്ഷേ എന്തില്ല? പൊസഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ബയ്യർ ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽ അസൈനി അല്ലെങ്കിൽ റിസീവർക്ക് ആ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകാനുള്ള അവകാശം ഉണ്ട്. അടുത്തത് റൂൾസ് റിഗാർഡിങ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബയ്യർക്ക് കൈമാറാൻ പറ്റുക എന്നുള്ളതാണ്. ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ ബയ്യർ അത് തീരുമാനിക്കുന്നത് അപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷേ എല്ലാ കേസിലും എന്തില്ല? അങ്ങനെ പറ്റില്ല. അപ്പം ഓരോ കേസുകളായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട്? ഗുഡ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ഒന്നാണ് സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്, ജനറിക് ഓർ അൺഅസർട്ടൈൻഡ് ഗുഡ്സ്, പിന്നെ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ഓർ ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ബൾക്കിൽ നിന്ന് നമ്മുടെ ഗുഡ്സ് ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെയാണ് സ്പെസിഫിക് അല്ലെങ്കിൽ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയാം. അപ്പം അങ്ങനത്തെ ഗുഡ്സ് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യാം? എപ്പോഴാണോ ആ ബയ്യർ തീരുമാനിക്കുന്നത് ആ സമയത്തായിരിക്കും ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഈ കേസിൽ തന്നെ നമുക്ക് 3 സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഒന്ന്, സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്, അതായത് ഗുഡ്സ് ഇപ്പം ഡെലിവറി ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴാണോ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴാണോ ആ ഗുഡ്സിന് പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ആ ട്രാൻസ്ഫർ അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. രണ്ടാമത്തെ കേസ്, അതായത് അസർട്ടൈൻഡ് ഗുഡ്സിൽ തന്നെ വരുന്ന രണ്ടാമത്തെ കേസാണ് സ്പെസിഫിക് ഗുഡ്സ് ടു പുട്ട് ഇൻ ടു എ ഡെലിവറബിൾ സ്റ്റേറ്റ്. അതായത് ഇനി എന്തൊക്കെയോ അത് ചെയ്യാനുണ്ട്, ആ ഗുഡ്സിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അത് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കംപ്ലീഷൻ ഓഫ് ആ സംഭവം, അതായത് എന്താണോ ചെയ്യാനുള്ളത് അത് കംപ്ലീറ്റ് ആയ ഉടനെ എന്ത് ചെയ്യും, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതാണ് സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ് വെൻ ദ സെല്ലർ ഹാസ് ടു ഡു ദെയർ ഇൻ ഓർഡർ ടു അസർട്ടൈൻ പ്രൈസ്. അതായത് ഇപ്പം ഗുഡ്സ് വെയ് ചെയ്യാൻ, അതായത് അത് എത്ര kg ഉണ്ടെന്ന് നോക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനുണ്ടെങ്കിൽ എപ്പോഴാണ് ആ സംഭവം, അതായത് does not pass until such act or thing is done and the buyer has noticed thereof. അതായത് ഇന്നത് ചെയ്തു എന്നുള്ളത് ബയർക്ക് കൂടി നോട്ടീസ് കിട്ടിയാലാണ് അത് ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. അടുത്ത കേസാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു ബൾക്കിൽ നിന്ന് നമ്മുടെ ഗുഡ്സ് ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ എപ്പോഴാണോ ഗുഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നത് അപ്പോഴായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അതിൽ വരുന്ന 2 കേസാണ് സെയിൽ ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ ആൻഡ് അപ്രോപ്രിയേഷൻ. അതായത് ഇപ്പം എനിക്ക് ഗുഡ്സ് ഇങ്ങനെ വേണം എന്ന് ബയ്യർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ബയ്യറിൻ്റെ നീഡ്സിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്നറിയാം. ബയ്യർ ആ ഗുഡ്സിന് ഇത്രയും സ്പെസിഫിക്കേഷൻ വേണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യാണ് ഗുഡ്സിൻ്റെ കണ്ടീഷൻസ്, അതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ആൻഡ് അപ്രോപ്രിയേഷൻ, അതായത് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഇൻവോൾവ് സെലക്ഷൻ ഓഫ് ഗുഡ്സ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് യൂസിങ് ദം ഇൻ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് വിത്ത് ദ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദ സെല്ലർ ആൻഡ് ദി ബയർ. അപ്പം സെയിൽ ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ബൈ ഡിസ്ക്രിപ്ഷൻ ആൻഡ് അപ്രോപ്രിയേഷൻ അതിൻ്റെ എസെൻഷ്യൽസ് ആണ്. അതായത് എപ്പോഴാണ് അപ്രോപ്രിയേഷൻ നടക്കുക, must be made by the seller with the assent of the buyer. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്. അത് ഒന്നില്ലെങ്കിൽ ബയ്യറിൻ്റെ അനുവാദത്തോടെ സെല്ലർ നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബയ്യർ വിത്ത് അസെൻറ്റ് ഓഫ് ദി സെല്ലറിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് ബയ്യർ നടത്തുന്നതായിരിക്കാം. അപ്പം ഗുഡ്സ് എന്താണ് അസർട്ടൈൻഡ് ചെയ്താൽ മാത്രമാണ് ആ പ്രോപ്പർട്ടി ബയ്യറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ടു ദി കാരിയർ. ഇനി അടുത്തതാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഗുഡ്സ് കാരിയർക്കോ അല്ലെങ്കിൽ വേറെ ബെയിലി, അതായത് ബയ്യറിൻ്റെ ബെയിലിക്കോ എന്ത് ചെയ്തു, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിനർത്ഥം എന്താണ്, ആ ഗുഡ്സ് അൺകണ്ടീഷണലി അപ്രോപ്രിയേറ്റ്, അതായത് സെലക്ട് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. ആൻഡ് ഡസ് നോട്ട് റിസർവ് ദി റൈറ്റ് ഓഫ് ഡിസ്പോസൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തില്ല, റൈറ്റ് ഓഫ് ഡിസ്പോസൽ റിസർവ് ചെയ്തില്ല. വിച്ച് മീൻസ് പേയ്മെൻറ്റ് കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇൻ കേസ് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് കൈവശം വെക്കാനുള്ള അവകാശം ഇല്ലാണ്ടായി എന്നാണ് അതിനർത്ഥം. അടുത്ത കേസ് വെൻ ഗുഡ്സ് ആർ സെൻഡ് ഓൺ അപ്രൂവൽ ഓർ ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് നമ്മൾ ബയ്യറിലോട്ട് കൊടുക്കും, എന്നിട്ട് ഗുഡ്സ് ഇഷ്ടമായാൽ അതെന്ത് ചെയ്യും, സെയിലാക്കി കണക്കാക്കും, അല്ലെങ്കിൽ അദ്ദേഹം അത് കൈവശം വെച്ച് കഴിഞ്ഞാൽ സെയിലായി കണക്കാക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനത്തെ കേസിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി ബയ്യറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ കേസിൽ എന്താണ്, നമ്മൾ ഗുഡ്സ് റിട്ടേൺ ബേസിസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓണർഷിപ്പ് ആവില്ല, വെറും പൊസഷൻ മാത്രമാണ് ആ ബയ്യർക്ക് കിട്ടുള്ളൂ. എപ്പോഴാണ് ഓണർഷിപ്പ് കിട്ടുക,
when he signifies his approval or acceptance to the seller or does any other act adopted in the transaction. അതായത് ബയ്യർ അപ്രൂവ് ചെയ്തു എന്ന് പറയുകയോ അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ എമൗണ്ട് ഫീ ട്രാൻസാക്ഷൻ നടത്തുകയോ ചെയ്താൽ എന്തായി അത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അർത്ഥം. ഇനി അതല്ലെങ്കിൽ അപ്രൂവൽ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ റിജക്ഷൻ അപ്രൂവൽ പറഞ്ഞിട്ടില്ല, റിജക്ഷൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഗുഡ്സ് കയ്യിൽ വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഇത്ര ഡേറ്റിനുള്ളിൽ റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം ആ ഗുഡ്സ് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം, ഇനിയിപ്പോൾ ടൈം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ ടൈമിൻ കഴിഞ്ഞിട്ടും ഗുഡ്സ് കയ്യിൽ വെക്കുക എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ സെയിൽ നടന്നു എന്നുള്ളതാണ്. ആ കേസിൽ എന്തായി, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി. ഇനി അതല്ലെങ്കിൽ വേറൊരു കേസാണ് ഹീ ഡസ് സംതിങ് ടു ദ ഗുഡ് വിച്ച് ഇസ് ഈക്വവാലൻറ്റ് ടു അക്സെപ്റ്റിംഗ് ദി ഗുഡ്സ്. അതായത് ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് ഈക്വലായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാണ്. ഇൻ കേസ് ഹി പ്ലെഡ്ജസ് ഓർ സെൽ ദി ഗുഡ്സ്, വേറൊരാൾക്ക് ആ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുകയോ സെല് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും എന്തായി, അത് അവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യമാണ് റിസർവേഷൻ ഓഫ് റൈറ്റ് ഓഫ് ഡിസ്പോസൽ. റിസർവേഷൻ ഓഫ് റൈറ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ അതൊരു സെല്ലറിൻ്റെ അവകാശമാണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യൂല എന്നുള്ള അവകാശം, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം പിടിച്ചു വെക്കുന്നതാണ് റൈറ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ സെൽ സർട്ടൻ ഗുഡ്സ് ടു ബി. എ എന്ത് ചെയ്തു, ബിക്ക് കുറച്ച് ഗുഡ്സ് വിറ്റു. എന്ത് കണ്ടീഷൻ, ബി എന്ത് ചെയ്യണം, ഡെലിവറി ഓഫ് ഗുഡ്സ് നടക്കുന്നതിന് മുന്നേ തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഗുഡ്സ് കൈമാറത്തുള്ളൂ എന്നുള്ളത്. ഇൻ കേസ് പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അവിടെ നടക്കില്ല. അപ്പം ഇവിടെ എന്താണ് എ എന്ന് പറയുന്നത്, അതായത് സെല്ലർ എന്ന് പറയുന്ന ആൾ അവരുടെ റൈറ്റ് ഓഫ് ഡിസ്പോസൽ റിസർവ് ചെയ്തു എന്നുള്ളതാണ് മീനിങ്. ഇനി റൈറ്റ് ടു ഡിസ്പോസൽ ഡിസേർവ് ചെയ്തിട്ടുള്ള രണ്ട് കേസാണ് പറയുന്നത്. ഒന്ന്, ഇഫ് ദ ഗുഡ്സ് ആർ ഷിപ്ഡ് ഓർ ഡെലിവേർഡ് ടു റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ ഫോർ ക്യാരേജ്. അതായത് ഈ ക്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യാനായിട്ട് റെയിൽവേയോ അല്ലെങ്കിൽ എയർലൈനോ യൂസ് ചെയ്യുന്ന സംഭവം. അപ്പം അങ്ങനെ ഉള്ളതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ എന്താണ്, സെല്ലറോ അല്ലെങ്കിൽ സെല്ലറിൻ്റെ ഏജൻറ്റിൻ്റെയോ സമ്മതം കൊണ്ട് മാത്രമാണ് അവിടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, സെല്ലർ അവരുടെ റൈറ്റ് ഓഫ് ഡിസ്പോസൽ പിടിച്ചു വെച്ചു എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ കേസ്, വെയർ ദ സെല്ലർ ഡ്രോസ് എ ബിൽ ഓൺ ദി ബയർ ഫോർ ദ പ്രൈസ് ആൻഡ് സെൻഡ് to him the bill of exchange together with the bill of railway receipt to secure acceptance or payment thereof. The buyer must return the bill of lading. If he does not accept or pay the bill, എന്തായി ഗുഡ് പാസ് ചെയ്യില്ല. അതായത് ബയർ ബില്ല് ഡ്രോ ചെയ്തു, ആ ബില്ല് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ്, സെല്ലർ ബില്ല് ഡ്രോ ചെയ്തു, ആ ബില്ല് ബയർ അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചയച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. ഇനി പാസിംഗ് ഓഫ് റിസ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു റിസ്ക് പ്രൈമ ഫേസി പാസസ് വിത്ത് പ്രോപ്പർട്ടി. അതായത് എപ്പോൾ ഓണർഷിപ്പ് കിട്ടണോ അപ്പോൾ എന്ത് ചെയ്യും, റിസ്ക്കും അതിൻ്റെ കൂടെ കിട്ടണം എന്താണ് അതിനർത്ഥം. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെയിൽ ബൈ നോൺ ഓണേഴ്സാണ്. ഓണർ അല്ലാത്ത ഒരാൾക്ക് ഗുഡ്സ് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ജനറൽ റൂൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവകാശമില്ല. നമുക്കില്ലാത്തത് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അതിനർത്ഥം. പിന്നീട് ചില കേസുകളിൽ എന്താണ്, സെയിൽ ബൈ നോൺ ഓണേഴ്സ് എന്ന് പറയുന്നതും അക്സെപ്റ്റബിൾ ആണ്. ഏതൊക്കെ കേസിലാണ് അത് അക്സെപ്റ്റബിൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് എസ്റ്റോപ്പൽ എന്നുള്ളതാണ്. അതിനർത്ഥം ഒരു ഓണറുടെ മുന്നിൽ വെച്ചിട്ട് വേറൊരാൾ പറയുകയാണ് ഞാനാണ് ഓണർ എന്ന് പറയൂ, പക്ഷേ ഓണർ അത് ഡിനൈ ചെയ്തില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, എ എന്ത് ചെയ്തു, ബിനോട് പറഞ്ഞു എ ആണ് ബയ്യർ എന്നുള്ളത്, പക്ഷെ ഒറിജിനൽ ഓണർ ആരാണ്, സി ആണ്. പക്ഷെ സി അത് ഡിനൈ ചെയ്തില്ല. അതായത് സി പറഞ്ഞില്ല എ അല്ല ഞാനാണ് ഓണർ എന്നുള്ളത് സി പറഞ്ഞു ഇല്ല. അപ്പോൾ അവിടെ എന്താണ്, സീൻ്റെ സമ്മതത്തോടു കൂടി എ എന്തായി, ഓണറായിട്ട് മാറി. പക്ഷേ ഈ ഗുഡ്സ് വാങ്ങുന്ന ആൾ, അതായത് ബി എന്ന് പറയുന്ന ആൾക്ക് ഇതറിയോ ഇല്ല. ബി ഈ നോളജ് ഇല്ലാണ്ട് എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു. എന്നാൽ ബിക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടും. കാരണം എന്താണ്, ഇവിടെ റിയൽ ഓണറുടെ മുന്നിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിക്ക് എന്ത് ചെയ്യും, ബി ഇതിന്
ഒരു അറിവില്ലാണ്ടാണ് വാങ്ങുന്നത്, ബി അറിഞ്ഞിട്ടാണ് ഇത് വാങ്ങുന്നതെങ്കിൽ അത് തെറ്റാണ്. അല്ലാത്ത പക്ഷം എന്താണ്, ഇവിടെ ഗുഡ്സിന് ഓണർഷിപ്പ് കിട്ടും. ഇനി രണ്ടാമത്താണ് സെയിൽ ബൈ എ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാണ്, അവിടെ സെയിൽസ് നടത്തുന്ന ആൾ. ഒരു എക്സാമ്പിളായിട്ട് പറയാം, അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആ ഗുഡ്സിന് പൊസഷൻ ഉള്ളത്. ആ കോഴ്സ് ഓഫ് ഡീലിങ്സ്, അത് ആ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ആ വ്യക്തിയാണ് സെയിൽ എപ്പോഴും നടത്തുന്ന ആൾ. അങ്ങനത്തെ കേസിൽ ഈ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഓണറാണോ? അല്ല. പക്ഷെ അത് വിൽക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറഞ്ഞ മെർക്കൻറ്റൈൽ ഏജൻറ്റിനുണ്ട്. അപ്പം നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ സെയിൽസ്മാന് അദ്ദേഹത്തിന് നമ്മളൊരു ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഗുഡ്സിൻ്റെ അവകാശം എന്ത് കിട്ടും? നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി സെയിൽ ബൈ വൺ ഓഫ് ദി ജോയിൻറ്റ് ഓണേഴ്സ്. ഇപ്പം ഇൻ കേസ് ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അതിൽ 2-3 പാർട്ട്നേഴ്സ് ഉണ്ടാവും. അതിൽ ഒരാളുടെ കയ്യിൽ മാത്രമാണ് പൊസിഷൻ ഉള്ളത്. ബാക്കിയുള്ളവരുടെ സമ്മതത്തോട് കൂടിയിട്ട് ആ ഓണർ, അതായത് ഒരു ഓണർ മാത്രം ഗുഡ്സ് തരികയാണെങ്കിലും എന്തായി? ഓണർഷിപ്പ് നമുക്ക് കിട്ടും. ഇനി സെയിൽ ബൈ പേഴ്സൺ ഇൻ പൊസിഷൻ അണ്ടർ വോയിഡബിൾ കോൺട്രാക്റ്റ്. അതായത് ഇപ്പോൾ ഫ്രോഡ് വഴിയോ അല്ലെങ്കിൽ കൊയേഷൻ, മിസ്റെപ്രഷൻ, ഇതിനൊക്കെയാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്നറിയാം. അങ്ങനത്തെ ഏതെങ്കിലും രീതിയിൽ കൈവശാവകാശം വെച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹം റിയൽ ഓണറാണോ? അല്ല. പക്ഷെ അദ്ദേഹം വേറെ ആൾക്ക്, അതായത് ബയ്യർക്ക് ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്. ബയ്യർക്ക് ഈ നോളേജ് ഇല്ല, ഈ ഗുഡ്സ് ഇങ്ങനെ ഫ്രോഡ് വഴിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലൂടെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് ബയ്യർക്ക് യാതൊരു വിവരവുമില്ല. ബയ്യർ അങ്ങനത്തെ ഒരാളുടെ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അവകാശം എന്തൊരു അല്ലെങ്കിൽ പ്രോപ്പർട്ടി അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആവും എന്നുള്ളതാണ് അർത്ഥം. ഇനി അടുത്ത കേസാണ് സെയിൽ ബൈ വൺ ഹു ഹാസ് ഓൾറെഡി സോൾഡ് ദ ഗുഡ്സ് ബട്ട് കണ്ടിന്യൂസ് ഇൻ പൊസിഷൻ ദെയറോഫ്. അതായത് ഇപ്പം എന്ന് പറയുന്ന ആറ് സെയിൽ നടത്തി, പക്ഷേ പ്രോപ്പർട്ടി എന്ത് ചെയ്തില്ല, പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ പറയുന്ന എന്ത് ചെയ്തു, ആ ഗുഡ്സ് വേറെ ആൾക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുഡ്സ് വാങ്ങിയ ആൾക്ക് എന്തുണ്ട്? ഓണർഷിപ്പ് ഉണ്ട്. ഗുഡ് ഫെയ്ത്തിലാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഗുഡ്സ് വാങ്ങിയ ആൾക്ക് മുന്നേ നടന്ന സെയിലിനെ പറ്റിയിട്ട് വിവരമില്ല എങ്കിൽ ആ ഗുഡ്സിൻ്റെ അവകാശം ആർക്ക് കിട്ടും? വാങ്ങിയ ആൾക്ക് കിട്ടും. വേറൊരു കേസാണ് സെയിൽ ബൈ ബയ്യർ ഒബ്റ്റെയിനിങ് പൊസിഷൻ ബിഫോർ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ആസ് വെസ്റ്റ് ബൈ ഹിം. അതായത് ഗുഡ്സിൻ്റെ പൊസിഷൻ കിട്ടി, പക്ഷെ എന്തില്ല, ഓണർഷിപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ ആ ബയ്യർ നടത്തുന്ന സെയിലും എന്താണ്? സെയിലായിട്ട് കണക്കാക്കും. ഈ വാങ്ങിക്കുന്ന ബയ്യർക്ക് മുന്നത്തെ ഇതിനെ പറ്റിയിട്ട് ധാരണ ഇല്ലെങ്കിൽ അത് വാങ്ങിച്ചാലും അത് നോക്കും. ഇനി സെയിൽ ബൈ അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാത്ത സെല്ലറിനെയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുക. ആ അൺപെയ്ഡ് സെല്ലർ 3 കാര്യങ്ങൾ ചെയ്താൽ, അതായത് റൈറ്റ് ഓഫ് റീൻ, ഗുഡ്സ് പിടിച്ചു വെക്കാനുള്ള അവകാശം, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, ഇതെല്ലാം ചെയ്തിട്ടും പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഓണർക്ക് പിന്നീട് റീസെയിൽ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. പിന്നെ സെയിൽ അണ്ടർ പ്രൊവിഷൻസ് ഓഫ് അതർ ആക്ട്, അത് സെയിൽ ബൈ ഒഫീഷ്യൽ റിസീവർ, അങ്ങനത്തെ അവരുടെ കയ്യിൽ നിന്നൊക്കെ വിറ്റ് കഴിഞ്ഞാലും എന്താണ്, ഒറിജിനൽ സെയിൽ നടന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി ഡെലിവറി ഓഫ് ഗുഡ്സിനെ പറ്റിയിട്ടാണ് പറയണം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡെലിവറി. ഒന്നാമത്താണ് ആക്ച്വൽ ഡെലിവറി. ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ആ ഒറിജിനൽ ഗുഡ് എന്താണോ അത് ബയ്യർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെയാണ് ആക്ച്വൽ ഡെലിവറി എന്ന് പറയുക. സിംബോളിക് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ ഗുഡ്സായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ബയ്യറിലോട്ട് കൊടുക്കുക. ഇൻ കേസ് ഇപ്പോൾ ഗുഡ്സ് ഗോഡൗണിലാണ്, ആ ഗോഡൗണിൻ്റെ കീ കൊടുത്തു എന്നിട്ട് ഗുഡ്സ് എടുത്തോളാൻ പറയുകയാണെങ്കിൽ അതെന്താണ്, അത് സിംബോളിക് ഡെലിവറി ആണ്. പിന്നെ അത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഇപ്പോൾ ഇത്രയൊക്കെയാണ് സെക്കൻഡ് യൂണിറ്റിലുള്ള. അടുത്ത പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നേക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.